ലോകശക്തികളുടെ കളിക്കളത്തിൽ പതിറ്റാണ്ടുകളായി ഒരു ചോദ്യം മാത്രം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ആരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത്? സമുദ്രപാതകളിലൂടെ അമേരിക്കൻ പടക്കപ്പലുകൾ കറങ്ങുമ്പോൾ സൂപ്പർ പവർ എന്ന സിംഹാസനം അമേരിക്കയ്ക്ക് എത്രമാത്രം അവകാശപ്പെട്ടതായിരുന്നു. ഏതൊരു രാജ്യത്തിനും മേൽ ഉപരോധത്തിന്റെ വാൾ വീശാനും അതിന്റെ വ്യാപാര പാതകൾ തകർക്കാനും ഇവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കളികൾ മാറുകയാണ്. മറഞ്ഞിരുന്ന് കരുക്കൾ നീക്കിയ ഒരു രാജ്യമുണ്ട്. ലോകവേദിയിൽ ആരെയും പ്രകോപിപ്പിക്കാതെ, ഒരു വൻ ശക്തിയുടെ കണ്ണിൽ പോലും പെടാതെ, സ്വന്തം താല്പര്യങ്ങൾക്കായി ആഴത്തിലുള്ളൊരു തന്ത്രം മെനഞ്ഞ രാജ്യം, അതാണ് നമ്മുടെ ഇന്ത്യ. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യയും ഇറാനും കൈകോർക്കുമ്പോൾ, ഇന്ത്യയുടെ ബുദ്ധി കൂടി അതിനോടൊപ്പം ചേരുമ്പോൾ ലോക വ്യാപാര ഭൂപടത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവുകയാണ്. പതിറ്റാണ്ടുകളായി ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ചരക്ക് നീക്കം നിയന്ത്രിച്ച ഒരു പ്രധാനപ്പെട്ട കനാൽ, സൂയസ് കനാൽ, ഇനി വെറും ഒരു കാഴ്ചവസ്തുവാകാൻ പോകുന്നു. ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം ലോകശക്തിയായി വീണ്ടും ഉയർന്നു വരുന്നതിന്റെ സൂചനയാണ്. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ ഈ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്താണ്? ഇന്ത്യ എങ്ങനെയാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന്റെ കേന്ദ്രബിന്ദുവായത്? ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള അമേരിക്കയുടെ ഇഷ്ട ആയുധം. ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഇറാനെതിരെയുള്ള പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് ആഗോള വ്യാപാരത്തിന്റെ താളം തെറ്റിച്ചു. റഷ്യ ആകട്ടെ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിലും മറ്റു വിഷയങ്ങളുടെ പേരിലും നിരന്തരമായ ഉപരോധങ്ങളുടെ നടുവിലാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും ലോക വ്യാപാരത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിച്ചത്, അതോടൊപ്പം ഇന്ത്യയെയും. എന്നാൽ അമേരിക്ക മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് അതിജീവിക്കാൻ ഒരു ബദൽ മാർഗം ആവശ്യമാണ്. ആ ബദൽ മാർഗം ഒരുക്കാൻ മുൻകൈ എടുത്തതാകട്ടെ അമേരിക്ക നോവിച്ചു വിട്ടൊരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പകരം പുതിയ വഴികൾ തേടി. അതെ, ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര മികവ് ലോകത്തെ ഞെട്ടിക്കുന്നത്. ഒരേ സമയം അമേരിക്കയുമായി പ്രതിരോധ പങ്കാളിത്തം നിലനിർത്തുക, അതേസമയം തന്നെ അമേരിക്കൻ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളുമായി സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇതൊരു കയറിലെ നടപ്പാണ്. വീഴാതെ നടന്നു കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. റഷ്യയും ഇറാനും പരസ്പരം സഹകരിക്കുന്നത് ഉപരോധങ്ങളെ മറികടക്കാനാണ്. എന്നാൽ ഈ സഖ്യത്തിന് പൂർണ്ണത നൽകുന്നത് ഇന്ത്യയുടെ വ്യാപാര ശക്തിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കെത്തിക്കാൻ നിലവിലുള്ള മാർഗം, അതായത് സൂയസ് കനാൽ വഴി, ഒട്ടും പ്രായോഗികമല്ല. സമയനഷ്ടം. നിലവിൽ 37 ദിവസമാണ് ചരക്ക് നീക്കത്തിന് വേണ്ടത്. ഒരു മാസം ഒരു രാജ്യവും കാത്തിരിക്കില്ല. സൂയസ് കനാൽ പോലെയുള്ള കടൽപാതകളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യവും നിരീക്ഷണവും വളരെ ശക്തവുമാണ്. അമേരിക്കൻ ഉപരോധമുള്ള രാജ്യങ്ങളിലേക്ക് ചരക്ക് അയക്കുമ്പോൾ ഈ പാതകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഒറ്റമൂലിയാണ് INSTC. എന്താണ് INSTC? വെറും ഒരു റെയിൽപാതയല്ല. 7200 കിലോമീറ്റർ നീളുന്ന സമുദ്രപാതയും റെയിൽപാതയും റോഡ് മാർഗവും സംയോജിപ്പിച്ചൊരു മൾട്ടി മോഡൽ ഗതാഗത ഇടനാഴിയാണ്. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമായ ഒരു പുതിയ പാത. ഈ പാത പൂർത്തിയാകുന്നതോടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കേട്ട് ലോകം അമ്പരക്കും. സമയം പകുതിയാകും. 37 ദിവസത്തെ യാത്രാ സമയം വെറും 19 ദിവസമായി കുറയും. ചരക്ക് നീക്കത്തിന്റെ കാര്യത്തിൽ ഇതൊരു വിപ്ലവമാണ്. ഗണ്യമായ കുറവ് ചരക്ക് നീക്കത്തിന്റെ ചെലവിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അമേരിക്കയുടെ നിരീക്ഷണത്തിൽ നിന്ന് മാറി ഇന്ത്യ, ഇറാൻ, അസർബൈജാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ ചരക്ക് നീക്കം നടക്കും. ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കും. ഇറാനിലെ റഷ്ദിയും അസ്താരയ്ക്കും ഇടയിലുള്ള 162 കിലോമീറ്റർ റെയിൽപാതയാണ് INSTCയുടെ നട്ടെല്ല്. ഈ ഭാഗം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിൽ നിന്ന് കടൽമാർഗം ഇറാനിലെ ബന്ദർ അബ്ബാസിലേക്കും, അവിടെ നിന്ന് റെയിൽപാത വഴി അസർബൈജാനിലെ അസ്താര വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്ക് തടസ്സമില്ലാതെ ഒഴുകും. ഈ നിർമ്മാണത്തിനായി ഇറാനെ സഹായിക്കുന്നത് ആരാണെന്നോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഇറാന് വേണ്ടി പണം മുടക്കുന്നത് റഷ്യയാണ്. അമേരിക്കൻ ഉപരോധം റഷ്യയ്ക്കും ഇറാനും ഒരുപോലെ ബാധകമായപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ നിലനിൽപ്പിനായി ഒന്നിച്ചു. അവർക്ക് സാമ്പത്തിക പങ്കാളിത്തം ആവശ്യമുണ്ട്. ആ പങ്കാളിത്തത്തിന് സ്ഥിരത നൽകാൻ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ ചരക്കുകൾ ആവശ്യമുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ ബുദ്ധി ജയിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളാൽ തളർന്നിരിക്കുന്ന രണ്ട് രാജ്യങ്ങളെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കായി ഒരുമിച്ച് നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. INSTC പൂർത്തിയാകുന്നതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഏത് രാജ്യമാണെന്ന് ഊഹിക്കാമോ? ഈജിപ്ത്. ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന സൂയസ് കനാലാണ് ഈജിപ്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. പുതിയ റെയിൽപാത വരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ ഉൾപ്പെടെ ഭൂരിഭാഗം ഏഷ്യൻ ചരക്കുകളും സൂയസ് കനാലിനെ ആശ്രയിക്കുന്നത് നിർത്തും. കനാൽ മിക്ക സമയവും ഒഴിഞ്ഞുകിടക്കും. ഈജിപ്തിന്റെ വരുമാനം കുത്തനെ ഇടിയും. സൂയസ് കനാലിന്റെ പ്രാധാന്യം കുറയുന്നത് കേവലം ഈജിപ്തിനെ മാത്രമല്ല ബാധിക്കുക, ഇത് അമേരിക്കൻ സ്വാധീനത്തിന് ലഭിക്കുന്ന കനത്ത പ്രഹരവുമാണ്. കടൽ വഴിയുള്ള ചരക്ക് നീക്കമാണ് അമേരിക്കയുടെ പോലീസ് ഡ്യൂട്ടിക്ക് അവസരം നൽകുന്നത്. ചരക്കുപാതയുടെ സുരക്ഷ എന്ന പേരിൽ അമേരിക്കൻ സൈന്യം സമുദ്രപാതകളിൽ മേൽക്കോയ്മ സ്ഥാപിക്കുന്നു. ഈ മേൽക്കോയ്മയെ തകർക്കാൻ കരമാർഗം ഒരുക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ ചരക്കുകൾ സ്വന്തം റൂട്ടിൽ സ്വന്തം പങ്കാളിത്തത്തോടൊപ്പം നീങ്ങുമ്പോൾ അവിടെ അമേരിക്കൻ ഇടപെടലിന് പ്രസക്തിയില്ല. ട്രംപിന്റെയും മറ്റ് അമേരിക്കൻ നേതാക്കളുടെയും ഉപരോധ ഭീഷണികൾക്ക് ഇന്ത്യ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണ് INSTC. നിങ്ങളുടെ ഉപരോധം ഞങ്ങൾ വകവെക്കുന്നില്ല, ഞങ്ങൾക്ക് ലോക വ്യാപാരത്തിനായി സ്വന്തമായി പാതകളുണ്ട് എന്നൊരു സന്ദേശമാണ് ഈ പദ്ധതി നൽകുന്നത്. ഈ പദ്ധതിയിലെ ഒരു പ്രധാന വെല്ലുവിളിയാണ് അസർബൈജാൻ. INSTCയുടെ സുഗമമായ നടത്തിപ്പിന് അസർബൈജാൻ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അസർബൈജാൻ നിലവിൽ ഇസ്രയേലുമായി
അടുത്ത ബന്ധം പുലർത്തുന്നുമുണ്ട്. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലുമായി ബന്ധമുള്ള ഒരു രാജ്യം അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാനും റഷ്യയുമായി സഹകരിക്കുന്നത് അമേരിക്കൻ ചേരിക്ക് വലിയ തലവേദന ഉണ്ടാക്കും. അസർബൈജാനെ ഈ സഖ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തീവ്രമായ സമ്മർദ്ദം നടക്കുന്നുമുണ്ട്. പക്ഷേ സാമ്പത്തിക നേട്ടത്തിന്റെ കാര്യത്തിൽ അസർബൈജാൻ ഈ പാത ഉപേക്ഷിക്കാൻ കഴിയില്ല. എണ്ണ, വാതകം, സ്റ്റീല്, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി യൂറോപ്പിലേക്കുള്ള നിർണായക ഉൽപ്പന്നങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയുടെ ഭാഗമാവുക എന്നത് അസർബൈജാന്റെ സാമ്പത്തിക ഭാവിക്ക് നിർണായകമാണ്. ഇന്ത്യയുടെ നയതന്ത്രം ഇവിടെയും വിജയിക്കുന്നു. ഇസ്രയേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യ അസർബൈജാനുമായി തന്ത്രപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ പാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതായത് ഇരു ചേരിയിലുള്ള രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നോൺ അലൈൻഡ് തന്ത്രത്തിന്റെ ഏറ്റവും പുതിയ രൂപം പ്രയോഗിക്കുകയാണ്. ഈ പാതയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ CPEC പോലെയുള്ള പദ്ധതികളെ മറികടന്ന് മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അതിവേഗം ചരക്കെത്തിക്കാൻ INSTC ഇന്ത്യക്ക് അവസരം നൽകുകയാണ്. INSTC പൂർത്തിയാകുമ്പോൾ മധ്യേഷ്യയുടെ വാതിലായ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും. അമേരിക്കൻ സൈന്യം പിന്മാറിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണിത്. ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാത നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വാനോളം ഉയരും. ഇത് വെറും ചരക്കുകളുടെ നീക്കമല്ല, ഇന്ത്യൻ സ്വാധീനത്തിന്റെ നീക്കമാണ്. ഏഷ്യൻ ശക്തികളുടെ വളർച്ചയെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഉപരോധങ്ങൾ വഴി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ കൂടെ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ച് തന്ത്രപരമായൊരു വിജയമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. ഇവിടെ അമേരിക്കയുടെ ഏകധ്രുവ ലോകം അവസാനിക്കുകയാണ്. ഇന്ത്യ, റഷ്യ, ഇറാൻ തുടങ്ങിയ ശക്തികൾ ചേർന്ന് ലോക വ്യാപാരത്തിന് പുതിയ നിയമങ്ങൾ എഴുതുന്നു. റഷ്യയും അസ്താരക്കും ഇല്ലാതെ ആ 162 കിലോമീറ്റർ പാത അത് വെറും റെയിൽവേ ലൈനല്ല, ലോക വ്യാപാരത്തിന്റെ ഭാവിയിലേക്കുള്ള പാലമാണ്. സൂയിസ് കനാലിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബുദ്ധിയും ശക്തിയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ പാതയ്ക്ക് കഴിയും. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പാതയുടെ ഉദ്ഘാടനത്തിനായി. കാരണം അന്ന് അമേരിക്കയുടെ ലോക വ്യാപാര മേൽക്കോയ്മയുടെ അന്ത്യം കുറിക്കപ്പെടും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ പാത ലോക രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റും? അമേരിക്കയുടെ സ്വാധീനം കുറയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ തന്ത്രപരമായ വിശകലനത്തിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.